നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് അതീവ ഗുരുതരമായ വാർത്തകളാണ്. പാക് സൈന്യത്തിന്റെ അഭിമാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എലൈറ്റ് കമാൻഡോ വിഭാഗമായ SSG അഥവാ സ്പെഷ്യൽ സർവീസസ് ഗ്രൂപ്പിന് നേരെ ഖൈബർ പക്തൂൺഖയിൽ വൻ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ടാങ്ക് ജില്ലയിൽ വെച്ചുണ്ടായ ഈ പതിയിരുന്നുള്ള ആക്രമണത്തിൽ 20ഓളം കമാൻഡോകൾ കൊല്ലപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം. എന്താണ് ടാങ്ക് പ്രദേശത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പാകിസ്ഥാൻ സർക്കാർ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നത്? പരിശോധിക്കാം. ഖൈബർ പക്തൂൺഖയിലെ ടാങ്ക് പ്രവിശ്യ ദീർഘകാലമായി സംഘർഷഭരിതമാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിലും വിദേശ വാർത്താ ചാനലുകളിലും പ്രചരിക്കുന്ന വിവരമനുസരിച്ച് കമാൻഡോകൾ സഞ്ചരിച്ച വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സാധാരണ സൈനികരല്ല, മറിച്ച് അതീവ പരിശീലനം ലഭിച്ച SSG കമാൻഡോകൾക്ക് പോലും ഇത്രയും വലിയ ആൾനാശം സംഭവിച്ചു എന്നത് പാക് സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമാണ്. ആരാണ് ഈ അൽ ബർഖ് ഡിവിഷൻ? പാക് സൈന്യത്തിലെ ഏറ്റവും കരുത്തരായ കമാൻഡോ വിഭാഗമാണ് SSG. അതിൽ തന്നെ പ്രത്യേക ദൗത്യങ്ങൾക്കായി നിയോഗിക്കപ്പെടുന്ന യൂണിറ്റുകളെയാണ് അൽബർഖ് എന്ന് വിളിക്കുന്നത്. അതിർത്തി കടന്നുള്ള ഓപ്പറേഷനുകൾക്കും ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്കും മുൻപന്തിയിലുണ്ടാകാറുള്ളത് ഇവരാണ്. അങ്ങനെയുള്ള ഒരു സംഘത്തിനു നേരെയാണ് ടാങ്ക് ജില്ലയിൽ വെച്ച് ശക്തമായ IED സ്ഫോടനവും അതിന് പിന്നാലെ വെടിവെപ്പും ഉണ്ടായതായി പറയപ്പെടുന്നത്. ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 20 പാകിസ്ഥാൻ കമാൻഡോകൾ കൊല്ലപ്പെട്ടതായി ഭീകരവാദ ഗ്രൂപ്പുകൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പാകിസ്ഥാന്റെ ഔദ്യോഗിക മാധ്യമ വിഭാഗമായ ISPR ഇതുവരെ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. സാധാരണയായി ഇത്തരം സംഭവങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ വിവരങ്ങൾ പുറത്തുവിടാൻ പാക് സൈന്യം മടിക്കാറുണ്ട്. കൃത്യമായ കണക്കുകൾ പുറത്തുവരാതിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ അഭ്യൂഹങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. എങ്കിലും ടാങ്ക് മേഖലയിലെ ആശുപത്രികളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും സൈനിക ഹെലികോപ്റ്ററുകൾ നിരീക്ഷണം നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ പോലുള്ള സംഘടനകളാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാനിലെ ആഭ്യന്തര സുരക്ഷാ സാഹചര്യം ദിവസം ചെല്ലുന്തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള മേഖലകളിൽ സൈന്യത്തിന് നേരിടേണ്ടി വരുന്നത് വലിയ വെല്ലുവിളികളാണ്. ഈ ആക്രമണം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആത്മവീര്യത്തെ എങ്ങനെ ബാധിക്കുമെന്നും വരും ദിവസങ്ങളിൽ സൈന്യം ഇതിന് എന്ത് തിരിച്ചടി നൽകുമെന്നും നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താം. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.